ഗുഡ് ഈവനിംഗ് 24 പോകുന്നത് കാസർഗോട്ടേക്കാണ്. അവിടെ ബളാലിൽ ഒരു വീടൊന്നാകെ പ്രചാരണത്തിന് ഇറങ്ങുകയാണ്. ബളാൽ നാട്ടക്കലിലെ ദാമോദരന്റെ കുടുംബത്തിൽ നിന്ന് 3 പേരാണ് ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. ദാമോദരനും ഭാര്യ ശാരദയും താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ മകൾ പ്രശാന്തി NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. BJPയുടെ നാട്ടക്കലിലെ മുതിർന്ന നേതാവാണ് പുലിക്കോടൻ ദാമോദരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചപ്പോൾ ആര് സ്ഥാനാർത്ഥിയാവുമെന്ന ചർച്ചകൾ നാട്ടക്കലിലും സജീവമായി. അങ്ങനെ ഏകകണ്ഠമായി ദാമോദരനിലേക്ക് ആ നിയോഗമെത്തി. ബളാൽ പഞ്ചായത്തിലെ 11ാം വാർഡ് വനിതാ സംവരണമായതാണ് ഭാര്യ ശാരദയെയും മത്സര രംഗത്തേക്ക് ഇറക്കാൻ കാരണം. ഈ പാർട്ടിയിലും അങ്ങനെ കുറേ വർഷമായിട്ട് ചെറുപ്പം തൊട്ടേ ഇല്ല വിശ്വാസമാണ്. അങ്ങനെ ഇപ്രാവശ്യം ഒരു ചാൻസ് കിട്ടി, അങ്ങനെ നിന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും നാട്ടുകാർ നൽകിയ പിന്തുണയിൽ വിശ്വാസമർപ്പിച്ചാണ് ശാരദ മത്സരത്തിന് തയ്യാറായത്. എല്ലാവരും പിന്തുണ കൊണ്ട് തന്നെ എത്തിയത്. നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഏട്ടി നിന്നോ ഏച്ചി നിന്നോ എല്ലാവരും നിൽക്ക്, എൻ്റെ അനിയത്തിയാർ മക്കളെല്ലാവരും ഇതുണ്ട്, അങ്ങനെ നിന്നു. ആദ്യമായിട്ട് രണ്ടാളും അതെ. ദാമോദരനും ഭാര്യ ശാരദയും പ്രചരണത്തിനിറങ്ങാൻ തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ മോനാച്ച വാർഡിൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മകൾ പ്രശാന്തി മത്സരിക്കാനിറങ്ങിയത്. അച്ഛനും അമ്മയും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കുമ്പോൾ CPIM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനാണ് പ്രശാന്തിയുടെ ശ്രമം. അതൊരു വിചാരിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക്. പിന്നെ എൻ്റെതിങ്ങനെ ആദ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനോടും വിളിച്ചിട്ട് അച്ഛൻ്റെ അനുവാദം എടുക്കുമ്പോൾ അച്ഛൻ നല്ല കാര്യമാണ്, ഒരാൾക്കാരോട് നമുക്കിങ്ങനെ ഒരു ജനങ്ങളിലേക്ക് സേവിക്കാൻ നമുക്കൊരു ഇറങ്ങി വരണം എന്ന് പറയുമ്പോൾ അത് അത്രയും സന്തോഷമുള്ള കാര്യമില്ല. പിന്നെ അതുപോലെ അച്ഛനും ഇതുപോലെ അവസരം കിട്ടി. പിന്നെയാണ് അമ്മക്കും ഉണ്ടെന്ന് ഞാൻ 2 ദിവസം മുന്നേ അറിഞ്ഞത്. 3 പേരുടെയും കന്നിയംഗമാണ് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.